എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. പ്രിയപ്പെട്ട അമ്മമാരെ, ഇന്ന് ജൂൺ 25 വ്യാഴാഴ്ച അതിശ്രേഷ്ഠമായ നിർജ്ജല ഏകാദശിയാണിന്ന്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, നിർജ്ജല ഏകാദശിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് ഈ നിമിഷം ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നിയേട്ടോ. കാരണം ഇന്ന് രാത്രി കടന്നുപോയാൽ നമ്മളിൽ പലരും അറിയാതെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പുണ്യ സമയമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. പ്രത്യേകിച്ച് നിർജ്ജല ഏകാദശി വ്രതം എടുക്കുന്ന അമ്മമാർ വീഡിയോ പകുതിക്ക് നിർത്തരുതേ. കാരണം അവസാന ഭാഗത്ത് ഞാൻ പറയുന്ന ഒരു സമയവും ഒരു കാര്യവും വ്രതത്തിന്റെ പൂർണ്ണതയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വീഡിയോയിലേക്ക് നമ്മൾ കടക്കും മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മക്കൾ ചെറുതായിട്ടിരിക്കുമ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞാലും അമ്മ പലവട്ടം വന്ന് നോക്കും അല്ലേ? പുതപ്പ് മാറിയോ, പനിയുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന്. കാരണം സ്നേഹമുണ്ടെങ്കിൽ അവിടെ കരുതലുണ്ടാവും. അതുപോലെ തന്നെയാണ് ഭഗവാനെ സ്നേഹിക്കുന്ന മനസ്സിൽ ഉറപ്പായിട്ടും ഭക്തിയും ഉണ്ടാവുന്നത്. ഇന്ന് രാത്രി ശ്രീഹരി ഭക്തർക്കായി നൽകിയിരിക്കുന്ന ഒരു അപൂർവ സമയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹരിവാസരം പലരും കേട്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ എന്താണ് അതിന്റെ മഹത്വം? എല്ലാ ഏകാദശികളിലും നമ്മൾ പറയുന്ന ഒരു വാക്കാണ്, ഒരു സമയമാണ് ഹരിവാസരം എന്നത്. എല്ലാ അമ്മമാർക്കും അതറിയാം. പക്ഷെ 24 ഏകാദശികളില് അതിശ്രേഷ്ഠമായ ഈ നിർജ്ജല ഏകാദശിയുടെ ഹരിവാസര സമയത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടോ? നമ്മൾ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്, എപ്പോൾ വരെ നാമങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾ ജപിക്കേണ്ടതായിട്ടുണ്ട്, എപ്പോൾ പാരണ വീടണം, എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അമ്മമാരെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായിട്ട് എല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. എങ്കിലും അത് കാണാതെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നിർജ്ജല ഏകാദശിയെ കുറിച്ച് പറഞ്ഞോളട്ടെ. എന്താണ് നിർജ്ജല ഏകാദശി? ഒരു വർഷത്തിൽ 24 ഏകാദശികൾ വരാറുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും മഹത്തരമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്നുള്ളത്. നിർ എന്നാൽ ഇല്ല, ജല എന്നാൽ വെള്ളം, അതായത് ജലം എന്നാണ് അർത്ഥം. അതായത് വെള്ളം പോലും കുടിക്കാതെ ആചരിക്കേണ്ട ഏകാദശിയാണ്. ഇതിനെ ഭീമ ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും വിളിക്കുന്നുണ്ട്. കാരണം മഹാഭാരതത്തിലെ ഭീമസേനനുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ കഥ ഇതിന് പിന്നിലുണ്ട്. വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളാണ് ഭീമൻ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഏകാദശികളും ആചരിക്കാൻ അതുകൊണ്ട് തന്നെ ഭീമന് ബുദ്ധിമുട്ടായിരുന്നു. ഭീമൻ പറയുന്നുണ്ട്, ശ്രീഹരിയോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എല്ലാ ഏകാദശി വ്രതങ്ങളും നോൽക്കണം എന്നുമുണ്ട്, എന്നാൽ എനിക്ക് മാത്രം സാധ്യമാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുകയാണ് വ്യാസമഹർഷിയോട് ചെന്നിട്ട്. ഈ ഒരു സമയത്ത് വ്യാസമഹർഷി പുഞ്ചിരിച്ചുകൊണ്ട് ഭീമന് അതിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന നിർജ്ജല ഏകാദശി ഭക്തിയോടെ ആചരിച്ചാൽ മറ്റെല്ലാ ഏകാദശികളുടെയും ഫലം നിനക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ഏകാദശി ലോകമെങ്ങും പ്രസിദ്ധമായത്. അതായത് എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കുന്ന ഒരു ഫലം നിനക്ക് ഈ ഒരൊറ്റ നിർജ്ജല ഏകാദശിയിലൂടെ കിട്ടുമെന്ന് വ്യാസമഹർഷി ഭീമനോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരൊറ്റ ഏകാദശി എത്രമാത്രം വിശേഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അല്ലേ? 2026 നിർജ്ജല ഏകാദശി ആചരിക്കുന്നത് ജൂൺ 25 വ്യാഴാഴ്ചയായ ഇന്നാണ്. ഏകാദശി തിഥി അവസാനിക്കുന്നത് ഇന്ന് രാത്രി 8:09 അതിനുശേഷം നമ്മൾക്കറിയാം ദ്വാദശി തിഥി ആരംഭിക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, ഹരിവാസര സമയം എന്നുള്ളത്. പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് അതിന്റെ മഹത്വം? എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എല്ലാ ഏകാദശിക്കും ഉണ്ടല്ലോ ഹരിവാസര സമയം എന്നുള്ളത്, അതിന്റെ പ്രാധാന്യമൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് ചിലരെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ പറഞ്ഞു, ഈ 24 ഏകാദശികളിൽ അതിശ്രേഷ്ഠമായ ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നതല്ലേ? നമ്മളൊരു രാജാവിനെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക. രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടല്ലോ അല്ലേ? അതുപോലെ ശ്രീഹരിക്ക് അതിപ്രിയപ്പെട്ട ഒരു സമയമായാണ് ഹരിവാസരത്തെ ഭക്തര് കാണുന്നത്. അമ്മമാരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഉറങ്ങിക്കളയുന്ന ആ മണിക്കൂറുകൾ ഉണ്ടല്ലോ, ഒരു ഭക്തന് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത മണിക്കൂറുകളാണ്. പലപ്പോഴും വ്രതമെടുക്കുന്ന നമ്മൾ ഈ ഹരിവാസരം എന്ന സമയം
നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാം, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട് അല്ലേ. എന്നാൽ ഈ സമയത്താണ് ഭഗവാന്റെ നാമസ്മരണയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ജപം പോലും വലിയൊരു പുണ്യമായിട്ട് മാറുമെന്ന് ഭക്തര് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദ്വാദശി ആരംഭിച്ചതിന് ശേഷമുള്ള ഈ ഒരു പുണ്യ സമയം ജൂൺ 26 വെള്ളിയാഴ്ച, അതായത് നാളെ പുലർച്ചെ 2:43 വരെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. നിർജ്ജല ഏകാദശി എന്നത് വെറും ഭക്ഷണം ഒഴിവാക്കുന്നതല്ല, വെറും വെള്ളം കുടിക്കാതിരിക്കുന്നതുമല്ല. നമ്മുടെ മനസ്സിനെ ശ്രീഹരിയിലേക്ക് അടുപ്പിക്കുന്ന ഒരു ദിനമാണിത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഹരിവാസര സമയത്ത് കഴിയുന്നത്ര നാമജപത്തിലും പ്രാർത്ഥനയിലും ഇരിക്കാൻ ഞാൻ പറയുന്നത് കേട്ടോ. നമുക്കറിയാം, ഈ ഒരു ഹരിവാസര സമയത്ത് നമ്മൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതും ഉറക്കമൊഴിക്കുന്നതും അഖണ്ഡ നാമജപത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് നമുക്ക് എല്ലാ ഏകാദശികളിലും നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാഹചര്യം കൊണ്ടും ആരോഗ്യസ്ഥിതി കൊണ്ടും എല്ലാവർക്കും പൂർണ്ണമായിട്ടും അങ്ങനെ അനുഷ്ഠിക്കാൻ സാധിക്കണം എന്നില്ല. എങ്കിലും അതിവിശിഷ്ടമായ ഈ നിർജ്ജല ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാൻ ലക്ഷ്മി ദേവിക്കൊപ്പം നമ്മുടെ വീടുകളിൽ അതിശക്തമായിട്ട് സാന്നിധ്യം അറിയിക്കുന്ന ഒരു സമയമാണ് എന്ന് നിങ്ങൾ ആരും മറന്നു പോവേണ്ടതായിട്ടില്ല. അമ്മമാരെ, ഇന്ന് രാത്രി നിങ്ങൾ വലിയ പൂജകൾ ചെയ്യേണ്ടതായിട്ടില്ല. ശ്രീഹരിയുടെ ഒരു ചിത്രം മുന്നിൽ വെക്കൂ കേട്ടോ. ഒരു വിളക്ക് തെളിയിക്കൂ. അതായത് ഇന്ന് ത്രിസന്ധ്യയ്ക്ക് ഭഗവാന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലാച്ചാൽ സാധാരണ നിലവിളക്ക് നിങ്ങൾ എന്നും ത്രിസന്ധ്യയ്ക്ക് എങ്ങനെയാ കൊളുത്തുക, അങ്ങനെ കൊളുത്തി വെച്ചാൽ മതിയാകും. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കുക. നിങ്ങളുടെ മക്കളുടെ മുഖം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരട്ടെ. അവരുടെ പേരിങ്ങനെ നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കൂ. ശേഷം ഭഗവാനോട് പറയുക, അവരെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ഭഗവാനെ. ഇത്ര മാത്രം മതി കേട്ടോ. ഒരമ്മയുടെ പ്രാർത്ഥനയേക്കാൾ വലിയ മറ്റു മന്ത്രങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇന്ന് രാത്രി അങ്ങനെ നിങ്ങൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ ക്ലേശങ്ങളെയും അകറ്റി മനസ്സിന് ധൈര്യവും കുടുംബത്തിന് ഐശ്വര്യവും നൽകുന്ന ഒരു മന്ത്രം കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതും നിങ്ങളൊന്ന് ചൊല്ലുക കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. 3, 9, 11 അല്ലെങ്കിൽ 108 പ്രാവശ്യം എന്നിങ്ങനെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനിച്ച് മനസ്സിൽ ഭഗവാന്റെ ആ രൂപം ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു മന്ത്രവും ഭഗവാന്റെ ചൊല്ലാനായിട്ട്. ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളുടെ എല്ലാ ആകുലതകളും അകന്ന് മനസ്സിൽ വലിയൊരു സമാധാനം അനുഭവപ്പെടും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മക്കളെ ചൊല്ലി അമ്മമാർ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയവും കൂടിയാണല്ലേ. അപ്പോൾ മക്കളുടെ ആ ഒരു നാമം, മക്കളുടെ ആ ഒരു മുഖം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഭഗവാന്റെ നാമവും ഭഗവാനെയും മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഈ നാമം ചൊല്ലിക്കോളൂ. ഈ ഒരു ഹരിവാസര സമയത്ത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം മക്കളോട് ചേർന്ന് എന്നും എല്ലായ്പ്പോഴും ഉണ്ടാവുന്നതാണ്. വിഷമങ്ങളെല്ലാം മാറ്റിവെച്ചോളൂ കേട്ടോ. ഇനി ഉപവാസത്തെക്കുറിച്ചും കൂടി ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും നമ്മൾ പറഞ്ഞു ഉമ്മനീര് പോലും ഇറക്കാതെ എടുക്കേണ്ട ഒരു ഉപവാസമാണെന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മൾക്കറിയാം, നമ്മുടെ അമ്മമാരെല്ലാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രായമാകണം എന്നൊന്നും ഇല്ല അല്ലേ. ചെറുപ്പക്കാർക്ക് തന്നെ എപ്പോഴും വയ്യാഴികയൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അമ്മമാരുടെ കാര്യം പറയാനായിട്ടുണ്ടോ? പല അമ്മമാർക്കും അതുകൊണ്ട് സംശയമുണ്ട്. ഞാൻ മരുന്ന് കഴിക്കുന്ന ആളാണ്, എനിക്ക് പൂർണ്ണ നിർജ്ജല ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുമോ എന്ന്. പ്രിയപ്പെട്ട അമ്മമാരെ, ആരോഗ്യമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, തൈറോയിഡ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും നിങ്ങൾ ആരോഗ്യസ്ഥിതി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തെ ഉപദ്രവിക്കാനല്ല നമ്മുടെ ശ്രീഹരി വിഷ്ണു പറയുന്നത്, ഭക്തിയോടെ സ്മരിക്കാനാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ആരോഗ്യപരമായി സാധിക്കുന്നവർ മാത്രം പൂർണ്ണ നിർജ്ജല വ്രതം അനുഷ്ഠിക്കാവൂ. അല്ലാത്തവർക്ക് വെള്ളമോ പഴങ്ങളോ മരുന്നിന് ആവശ്യമായ ഭക്ഷണമോ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് വ്രതത്തിന്റെ ആത്മാവ് എങ്ങും തന്നെ നഷ്ടപ്പെടുന്നില്ല. കാരണം ഭഗവാൻ നോക്കുന്നത് നമ്മുടെ വയറല്ല, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഭക്തിയാണ്, നമ്മുടെ പ്രവൃത്തികളാണ് ഭഗവാൻ നോക്കുന്നത്. അമ്മമാരെ, നിർജ്ജല ഏകാദശി വ്രതം എടുക്കുന്നവരിൽ ചിലർ പൂർണ്ണ ഉപവാസത്തിലായിരിക്കും അല്ലെ. ചിലർക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയൊക്കെ ഇരിക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് ഉപവാസം നോക്കാൻ സാധിക്കും. ചിലർ ആരോഗ്യപരമായ കാരണങ്ങളാൽ പഴങ്ങളോ വെള്ളമോ സ്വീകരിച്ചിട്ടുണ്ടാവും. ചിലര് മരുന്നും കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതായിട്ടില്ല. ഹരിവാസര സമയത്ത് സാധിക്കുമെങ്കിൽ നാമജപത്തിലും പ്രാർത്ഥനയിലും തുടരുക. ഭഗവാൻ നോക്കുന്നത് ഉറപ്പായിട്ടും നമ്മളുടെ ഭക്തി തന്നെയാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ 108 പ്രാവശ്യം ജപിക്കാം കേട്ടോ. വിഷ്ണു സഹസ്രനാമം വായിക്കാം, അതുപോലെ തന്നെ ശ്രവിക്കുകയും ചെയ്യാം. വായിക്കാൻ സാധിക്കാത്തവർക്ക് ശ്രവിക്കാം. വിഷ്ണു അഷ്ടോത്തരം ചൊല്ലാം, നാരായണീയം വായിക്കാം,
ഗജേന്ദ്ര മോക്ഷം വായിക്കാം, കഴിയുമെങ്കിൽ കുറച്ചു സമയം ജാഗരണം നടത്താം, അതായത് ഉറക്കമൊഴിക്കാം. ഞാൻ പറഞ്ഞു നാളെ വെളുപ്പിന് 2:43 വരെ നമ്മൾക്ക് ഹരിവാസര സമയമുണ്ട്. അത്രയും നേരം ഉറക്കമൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അമ്മമാർക്ക്. നിങ്ങൾക്ക് എത്ര സമയം പറ്റുമോ അത്രയും സമയം ഒന്ന് രാത്രിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. അത് ഉറപ്പായിട്ടും നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. ത്രിസന്ധ്യയ്ക്ക് ഭഗവാൻ ഒരു നെയ്ദീപം കൊളുത്തിവെച്ച് ഭഗവാന്റെ മുൻപിൽ ആ ഒരു പ്രാർത്ഥനകളും സങ്കടങ്ങളും എല്ലാം എന്തൊക്കെ അമ്മ മനസ്സിലുണ്ടോ, മക്കളെ ചൊല്ലി, അല്ലെ നമ്മുടെ കുടുംബത്തിന്റെ ശാന്തിയും സമാധാനത്തെ ചൊല്ലി, അല്ലെ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ചൊല്ലി ഒരുപാട് വിഷമിക്കുന്ന അമ്മമാരുണ്ടാവാം, ധാരാളം കടബാധ്യതകളുള്ളവരുണ്ടാവാം. എന്ത് തന്നെ ആയാലും ഭഗവാന്റെ മുൻപിൽ ത്രിസന്ധ്യയ്ക്ക് ആ ഒരു നെയ്ദീപം കൊളുത്തി വെച്ചിട്ട് ആ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അത്രയും മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിച്ചോളൂ. മനസ്സിന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞോളൂ. അത്രയും ശക്തമായിട്ടുള്ള ഒരു ഏകാദശി വ്രതം എടുത്തിട്ടാണ് ആ ഒരു ത്രിസന്ധ്യയ്ക്ക് ഭഗവാന്റെ മുൻപിൽ അമ്മ നിറ കണ്ണുകളോടെ കൈകൂപ്പി നിൽക്കുന്നത്. ഭഗവാൻ അത് കാണാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. മനസ്സിൽ നിറഞ്ഞ് എന്താഗ്രഹിച്ചിട്ടാണോ ഈ വ്രതം എടുക്കുന്നത്, ഈ വ്രതം നോറ്റിരിക്കുന്നത്, അത് ഉറപ്പായിട്ടും അമ്മയുടെ കൈവെള്ളയിൽ ഭഗവാൻ വെച്ച് തന്നിരിക്കും. യാതൊരു സന്ദേഹവും വേണ്ട. അതുകൊണ്ട് തന്നെ ഹരിവാസര സമയത്തിന്റെ പ്രാധാന്യം ഞാൻ ഇത്ര കണ്ട് പറഞ്ഞെങ്കിലും വയ്യാത്ത അമ്മമാര് പൂർണ്ണമായിട്ടും ഉറക്കമൊഴിക്കാനൊന്നും പോവേണ്ടേട്ടോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 മിനിറ്റെങ്കിലും 10 മിനിറ്റ് മതി നാമജപത്തിന് രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോലും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ശ്രീഹരിയുടെ നാമം ജപിക്കുക കേട്ടോ. ഒരമ്മയുടെ പ്രാർത്ഥനയും ശ്രീഹരിയുടെ നാമവും ഒരിക്കലും വെറുതെ ആവുകയില്ല. ഇനി നാളെ ദ്വാദശി ദിവസം ജൂൺ 26 വെള്ളിയാഴ്ച അതിരാവിലെ പാരണ ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ 6:07 മുതൽ 8:38 വരെയാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ സമയം പറയുന്നത് കേരളത്തിലെ, അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ടൈം അനുസരിച്ചിട്ടാണ് ഈ ഒരു സമയം പാരണ വീടേണ്ടതായിട്ടുള്ളത്. ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ അവരുടെ പ്രദേശത്തെ പഞ്ചാംഗം നോക്കി സമയം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിന്റെ സമയം അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതിയാവും കേട്ടോ. അങ്ങനെ ഹരിവാസരം അവസാനിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പാരണ വീടാൻ പാടുള്ളൂ. രാവിലെ കുളിച്ച് ശ്രീഹരിയെ പ്രാർത്ഥിച്ച് തുളസി തീർത്ഥം സ്വീകരിച്ച് നമ്മൾക്ക് ഭക്തിയോടെ അങ്ങനെ വ്രതം അവസാനിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ദ്വാദശി ദിവസം നമ്മൾ രാവിലെ പാരണയൊക്കെ വീടി ഇനി പെട്ടെന്ന് പോയിട്ട് നോൺ വെജ് കഴിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത്. ദ്വാദശി ദിവസവും ഒരിക്കലെടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം അത്രയും ചേർന്ന് കിട്ടുന്നതാണ്. എല്ലാവരും ഇത് പാലിക്കാറില്ല. പക്ഷെ ഏകാദശി വ്രതത്തിന്റെ ഒരു ചിട്ട അനുസരിച്ച്, ഒരു നിയമം അനുസരിച്ച് ദ്വാദശിയിലും നമ്മൾ ഒരിക്കലെടുക്കണം എന്നാണ് കേട്ടോ. അതായത് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അതും നിങ്ങൾക്ക് കഴിയുന്നവരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോൺ വെജ് എങ്കിലും ആ ഒരു ദിവസം ഉപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമ്മമാരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം മാത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിലൊന്ന് നിൽക്കുക കേട്ടോ. നിങ്ങളുടെ മക്കളുടെ പേര് മനസ്സിൽ പറഞ്ഞ് അവരുടെ ഭാവി ഭഗവാനെ ഏൽപ്പിക്കൂ. നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം, സന്തോഷം, ആരോഗ്യം, ഐശ്വര്യം എല്ലാം ശ്രീഹരിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചോളൂ. ഒരമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല. ഭഗവാൻ ഉറപ്പായിട്ടും കേൾക്കും, തീർച്ചയായിട്ടും കേൾക്കും. ഈ നിർജ്ജല ഏകാദശിയിലും ഈ ഹരിവാസര രാത്രിയിലും ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മമാരെ, വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒരിക്കൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക കേട്ടോ. നമുക്കൊന്നിച്ച് ശ്രീഹരിയുടെ നാമം ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. നന്ദി, നമസ്കാരം.